രാഷ്ട്രീയത്തെക്കാൾ പ്രിയങ്കരം എഴുത്താണെന്ന് ശശി തരൂർ എം പി. സാഹിത്യത്തിലേക്കുള്ള സാങ്കേതിക വിദ്യയുടെ വരവ് ആശങ്കപ്പെടുത്തുന്നുണ്ടെന്നും അദ്ദേഹം ദുബായിൽ പറഞ്ഞു. വലിയൊരു ഇംഗ്ലീഷ് വാക്കിന് പകരം ഒറ്റ വാക്ക് ചോദിച്ച വിദേശ വനിതയ്ക്ക് തരൂർ നൽകിയ മറുപടി സദസ്സിലാകെ ചിരി പടർത്തി. ദുബായിൽ നടക്കുന്ന എമിറേറ്റ്സ് സാഹിത്യോത്സവത്തിലാണ് വായനക്കാരുമായി ശശി തരൂർ സംവദിച്ചത്. രാഷ്ട്രീയവും എഴുത്തും ചേർത്തുവെച്ചാൽ കൂടുതൽ ഇഷ്ടം ഏതിനോടാണെന്ന് ചോദിച്ചപ്പോഴായിരുന്നു തരൂരിന്റെ രസകരമായ മറുപടി. മുൻ മന്ത്രി എന്ന് അറിയപ്പെടാം, പക്ഷേ മുൻ എഴുത്തുകാരനെന്ന് അറിയപ്പെടാൻ ആഗ്രഹമില്ല. എഴുത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ചാറ്റ് GPT അടക്കമുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് മനുഷ്യനെ സ്വയം നശിപ്പിക്കുന്നതിന് തുല്യമാണെന്നായിരുന്നു തരൂരിന്റെ നിരീക്ഷണം. What dismays me is when the thinking is also outsourced to AI. When basically the kid gives a topic of the assignment to ChatGPT and ChatGPT writes the essay for the kid is actually cheating themselves. ഇതിനിടെയാണ് ബയോ സെല്ലുലാർ മിനറൽ ആൻഡ് ഫേഷ്യൽ അനലിസ്റ്റ് എന്ന സ്വന്തം തൊഴിലിന് ഒരൊറ്റ വാക്ക് നിർദ്ദേശിക്കാൻ നോമിത എന്ന വിദേശ വനിത ആവശ്യപ്പെട്ടത്. So I'm the founder of a company called Coca-Cola and I'm a biocellular mineral and facial analyst. He was a bit baffled with the term but he was trying to help me out, but he was slightly baffled. BBC അവതാരക അമൻദീപ് ബാംഗു ആയിരുന്നു ചർച്ചയുടെ മോഡറേറ്റർ. ഭാഷാഭേദങ്ങളെക്കുറിച്ചും കേരള രാഷ്ട്രീയത്തിലെത്തിയപ്പോൾ മലയാളം പറയാൻ ബുദ്ധിമുട്ടിയതിനെക്കുറിച്ചുമെല്ലാം ശശി തരൂർ സംസാരിച്ചു. ഒരു മുൻ മന്ത്രിയാകാം, ഒരു മുൻ MP ആകാം, മുൻ നയതന്ത്രജ്ഞനാകാം, പക്ഷേ മുൻ എഴുത്തുകാരനാകില്ല. അതാണ് എഴുത്തിനെ കുറിച്ച് ശശി തരൂർ ഇവിടെ പങ്കുവെച്ചത്. ദുബായിൽ നിന്ന് മുഷീർ കൊടിയിലൊപ്പം സുരേഷ് വെളിവുറ്റം, മാതൃഭൂമി ന്യൂസ്.